അപ്പോൾ ഞാനിന്ന് ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. സാധാരണ പോലെയല്ല, നമുക്ക് ചെമ്മീനേക്കാളും കൂടുതൽ ഇഷ്ടം തോന്നുക റൈസിനായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ സാധാരണ മീൻ വറുക്കുന്ന പോലെ തന്നെ ചെമ്മീനെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു 4 മിനിറ്റ് ആകുമ്പോഴേക്കും മറിച്ച് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ആകെ 4 മിനിറ്റ് മതി നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കാനായിട്ട്. ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വറുത്തെടുക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് വൈറ്റ് കളർ ആകുമ്പോൾ തന്നെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ പെട്ടെന്ന് തന്നെ ചെമ്മീനെല്ലാം വറുത്തെടുത്തു. ഇനി അതിലേക്ക് ബാക്കിയുള്ള എണ്ണയുണ്ടല്ലോ, ആ ഓയിലിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കാം. ഒരു 2 സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. അത്യാവശ്യം ബ്രൗൺ കളർ ആവണം കേട്ടോ, അതുവരെ നമ്മൾ വഴറ്റിയെടുക്കണം. ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ മാറി വരുന്ന ടൈമിൽ നമ്മളതിലേക്ക് പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂണ് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ കൂടുതൽ ഉണ്ടാവുക. നമ്മൾ മുളക് പൊടി ഒന്നും അധികം ചേർക്കില്ല. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് അത്യാവശ്യം മുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് 1.5 ടേബിൾ സ്പൂൺ ഇടുന്നത്. ഈ പച്ചമുളകിൻ്റെ ആ കുത്തല്ലോ അതൊന്ന് മാറി വരുമ്പോൾ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ പച്ചക്കുത്തൊക്കെ മാറി നല്ല മണം വരുന്ന ടൈമിൽ 2 തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്ന് അതൊക്കെ ഇങ്ങനെ ഉടഞ്ഞ് ചേരണം. ആ രീതിയിലാവുന്ന ടൈമിൽ തൈര് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. 1/2 കപ്പ് വെള്ളം ധാരാളം കേട്ടോ, അത്രയ്ക്ക് തന്നെ ഒഴിച്ചാൽ മതി. ഞാൻ അതോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കും. നമ്മൾ മുമ്പ് ചെമ്മീനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ആ എണ്ണയിൽ അത് കാരണം കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരില്ലേ, തിളച്ച് വരുമ്പോൾ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം തിളച്ച് വരുന്ന ചെമ്മീനൊക്കെ നല്ലോണം തിളച്ചിരിക്കുന്ന ടൈമിൽ അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും, ഒരുപാട് ഗരം മസാല ചേർക്കണ്ട കേട്ടോ, 1/4 ടീസ്പൂൺ തന്നെ ധാരാളം തന്നെയാണ്. 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടിയും ചേർത്തിട്ട് ഒഴിക്കാം. അപ്പോൾ നമ്മൾ പുളി നോക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീര് ആവശ്യത്തിന്, ഒരു ചെറുനാരങ്ങ ചിലപ്പോൾ വലുതാവും ചെറുതാവും. അപ്പോൾ നമ്മൾ മസാലയുടെ പുളി നോക്കാം. എന്നിട്ട് വേണം ചെറുനാരങ്ങ നീരും കൂടിയും പിഴിഞ്ഞ് മസാല തിളച്ച് നല്ലോണം കുറുകി വരുന്ന ടൈമിൽ മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ റൈസ് തയ്യാറാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് മസാലകളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലകൾ എന്ന് പറയുന്നത് 2 കഷ്ണം പട്ട, പെരിഞ്ജീരകം, ജാതിപത്രി, സാജീരകം, നല്ല ജീരകം, ഏലക്കായ, ഗ്രാമ്പു, ഇതൊക്കെ കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ചെറുതായിട്ട് കുറേശ്ശെ വേണ്ട, ഒരുപാടൊന്നും വേണ്ട. അതെല്ലാം ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 1 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഏലക്കായ 5 എണ്ണം എടുത്തിട്ടുള്ളത്, ഗ്രാമ്പു 5 എണ്ണം, പെരിഞ്ജീരകവും സാജീരകവും നല്ല ജീരകവും ഒക്കെ 1/4 ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സവാള ഒന്നും ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുന്ന ടൈമിൽ
1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ പച്ചമുളക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചതച്ചത് കേട്ടോ നമ്മൾ. അപ്പോൾ അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ റൈസ് ഇരിക്കുന്തോറും കുറേ കഴിയുമ്പോൾ അതിനൊരു സ്മെല്ല് വരും. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസ് അല്ല എടുത്തിട്ടുള്ളത്, നമ്മുടെ കൈവഴക്കുള്ള ഏത് അരി വേണോ നമുക്ക് താല്പര്യം അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചെറിയ മണിയുള്ള അരിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ബിരിയാണി റൈസ് തന്നെ ചെറിയ മണി. അപ്പോൾ അതിൻ്റെ കണക്ക് ഞാൻ 20 മിനിറ്റ് മുമ്പ് തന്നെ സാധാരണ കുതിർത്ത് വയ്ക്കുന്ന പോലെ കുതിർത്ത് വെച്ചിട്ട് 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ടതിന് ശേഷം റോസ് എസെൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്ത്, റോസ് എസെൻസ് അല്ലെങ്കിൽ റോസ് വാട്ടർ ആയാലും കുഴപ്പമില്ല, അതും കൂടി ചേർത്ത് കൊടുക്കുക. 1 ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1ന് 1.5 കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വേവ് കുറവാണെങ്കിൽ നമുക്ക് തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ല വേവ് കൂടി പോകരുതല്ലോ, വെള്ളം അങ്ങോട്ട് ഒരുപാടായി കഴിഞ്ഞാൽ നമ്മുടെ ചോറ് അങ്ങോട്ട് ഒലഞ്ഞ് ആകെ കട്ട കുത്തി നിൽക്കും. അപ്പോൾ ആ രീതിയിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരി നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ കുതിർത്ത് വെക്കണമെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെയും നമ്മൾ കഴുകാൻ നിന്നുണ്ടെങ്കിൽ നമ്മുടെ അരിയെല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് അരി കഴുകിയിട്ട് നമ്മൾ കുതിർത്ത് വെക്കുന്നത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മുടെ ചോറിൻ്റെ വെള്ളമൊക്കെ നന്നായി തിളച്ച് ഇതേപോലെ ഒപ്പത്തിനൊപ്പം ആവുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക. അതായത് വെള്ളവും അരിയും കൂടിയിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെക്കുമല്ലോ. അപ്പോൾ വെള്ളം വെച്ച് അരിയുടെ കൂടെ തന്നെ ആവണ ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ, എത്രയും ലോ ഫ്ലെയിമിൽ വെക്കുന്നതെന്ന് വെച്ചാൽ അത്രയും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചോറൊക്കെ വെന്ത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞിട്ടുമില്ല, കറക്റ്റ് വേവിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിനെ ദമ്മിടാം കേട്ടോ. അപ്പോൾ ദമ്മിടാനായിട്ട് കുറച്ച് ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക്. ഇനി അതിലേക്ക് കുറച്ച് ചോറ് ഞാൻ പാത്രത്തിൻ്റെ അടിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. കുറച്ച് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു മഞ്ഞ കളർ, യെല്ലോയിഷ് കളർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇല്ലെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കളർ ചേർത്തിട്ടുണ്ട്. മല്ലിയിലും പുതിനയിലിടാം, സവോള വറുത്ത് ചേർത്തിട്ടിടാം, അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്തിട്ടുണ്ട്. അത് ഞാൻ വറുത്തത് ഞാൻ കാണിക്കണില്ല, എല്ലാവർക്കും അറിയുമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കണില്ല. എന്നിട്ട് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ലെയറായിട്ട് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ, അല്ലാതെ കൂടിയിട്ട്. നമ്മുടെ ചോറ് വെന്ത് നോക്കുമ്പോൾ ഒരുപാട് വെന്തിട്ടുണ്ടാവില്ല, 1/4 ഭാഗത്തിനേക്കാളും കുറച്ചും കൂടി വെന്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ആ രീതിയിലാവണം നമ്മൾ ചോറ് എടുക്കണമെങ്കിൽ. നമ്മൾ ദമ്മിടുമ്പോൾ വീണ്ടും കുറച്ചും കൂടി വെന്ത് പോകും. അപ്പോൾ ആ രീതിയിൽ അനുസരിച്ചിട്ട് വേണം നമ്മൾ അരി വേവിച്ചെടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ
അരിയും വെള്ളവും ഒരുമിച്ച് ആവുന്ന ടൈമിൽ ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ അരിയൊക്കെ വെന്ത് 1/4 ഭാഗം വെന്ത് കിട്ടും. വെള്ളം അനച്ച് കഴിഞ്ഞാൽ വെറ്റി പോയിട്ടുണ്ടാവും. ആ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ദമ്മിടണമെങ്കിൽ കേട്ടോ. അവസാനം കുറച്ച് നെയ്യും കൂടി തൂവിയിട്ട് നമ്മൾ ദമ്മ് വയ്ക്കാൻ പോകണം. ഒരു ദോശപാത്രം നല്ലോണം ചൂടായതിന് ശേഷമാണ് ദമ്മ് വയ്ക്കാൻ പോകുന്നത്. നല്ലോണം ചൂടായിട്ട് വേണം നമ്മൾ ദമ്മിടണമെങ്കിൽ കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 5 മിനിറ്റ് വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് പതുക്കെ ഇളക്കി എല്ലാ മസാലയും കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ റൈസിനാണ് നല്ല സ്മെല്ല് ഉണ്ടാവുക. നമ്മൾ ചെമ്മീനേക്കാളും കൂടുതൽ റൈസ് കഴിക്കുന്നത് അതുകൊണ്ടാണ്. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നും ഒട്ടിയിട്ടില്ല. എല്ലാ മസാലയും റൈസൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് കൂടി അടച്ച് വെച്ചിട്ട് വേണം നമ്മൾ എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും